മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രാത്രി ഉറങ്ങുവാൻ വേണ്ടി പോകുമ്പോൾ ബബിത വീണ്ടും പറഞ്ഞു വൈജയന്തിക്കൊപ്പം തന്നെ കിടക്കണമെന്ന്. അങ്ങനെ താൻ വൈജയന്തിയുടെ കൂടെ കിടക്കുമ്പോൾ അലീനയെക്കുറിച്ച് അവൾ വാ തോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വൈജയന്തിക്ക് സ്റ്റാൻലിയെക്കുറിച്ച് കേൾക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. ബബിത ഏതെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ സ്റ്റാൻലിയുടെ പേര് പരാമർശിച്ചാൽ പിന്നീട് അതേ ചൊല്ലിയുള്ള സംശയങ്ങളാണ് വൈജയന്തി ചോദിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ അലീന കുളത്തുപുഴയിൽ എത്തുന്നതിന് മുൻപ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നും ഇപ്പോഴാ കുടുംബം എങ്ങനെയായിരിക്കുന്നുവെന്നുമൊക്കെ അലീന വൈജയന്തിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തിനേറെ പറയുന്നു, ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണക്കാരി അലീന ചേച്ചി മാത്രമാണ്. അലീന ചേച്ചി ഇല്ലായിരുന്നുവെങ്കിൽ കൃത്യമായി പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് വീണ്ടും ആത്മഹത്യയിലേക്ക് തന്നെ താൻ പോകുമായിരുന്നു എന്ന് അസന്നിഗ്ധമായി ബബിത വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പലതും സംസാരിച്ചപ്പോഴൊക്കെ വൈജയന്തി പ്രതിരോധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആത്മഹത്യയിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയത് അലീന ചേച്ചിയാണ് എന്നുള്ള ആ ഒരൊറ്റ വിഷയത്തിൽ തിരികെ മറ്റൊന്നും പ്രതികരിക്കുവാൻ കഴിയാതെ വൈജയന്തി മൗനമായി കിടന്നു. ഒടുവിൽ അവർ ബബിതയോട് പറയുകയാണ്, വേണമെങ്കിൽ ഞാൻ അവളോട് ഒരു താങ്ക്സ് പറഞ്ഞേക്കാം. ആ ഒരു വാക്ക് ബബിത ഞെട്ടലോടെയാണ് കേട്ടത്. ഉടൻ തന്നെ അവൾ കുളത്തുപുഴയിലേക്ക് ഫോൺ വിളിക്കുകയും അലീനയെ ഫോണിൽ കണക്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഫോൺ വൈജയന്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. വൈജയന്തി അപ്പോൾ പറയുകയാണ്, ബബിതയെ നീ നല്ലതുപോലെ നോക്കിയെന്ന് അവൾ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. ഞാനൊരു താങ്ക്സ് പറയണമെന്ന് അവൾ നിർബന്ധിക്കുന്നു. അവളുടെ താല്പര്യം കൂടി ഞാൻ നോക്കണമല്ലോ. എനിവേ, താങ്ക്സ്. വൈജയന്തി താങ്ക്സ് പറഞ്ഞ ആ രീതി ബബിതയ്ക്ക് ഒട്ടും തന്നെ താല്പര്യപ്പെട്ടില്ല. അവൾ ഉടൻ തന്നെ ചോദിക്കുകയാണ്, ഞാൻ നിർബന്ധിച്ചോ അമ്മേ? അലീന ചേച്ചിയെ വിളിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മ തന്നെയല്ലേ താങ്ക്സ് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞത്? അതിനിപ്പോൾ എന്തു പറ്റി? ഞാൻ താങ്ക്സ് പറഞ്ഞല്ലോ. ഇങ്ങനെ താങ്ക്സ് പറയുന്നതിനേക്കാൾ ഭേദം രണ്ട് ചീത്ത പറയുന്നതായിരുന്നു. ആളെ വിളിച്ചിട്ട് ഒരുമാതിരി കളിയാക്കുന്നത് പോലെ. കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. സാധാരണഗതിയിൽ ബബിതയോട് അവർ തട്ടിക്കയറേണ്ടതാണ്. വൈജയന്തിയുടെ മൗനം അലീനയെ വിസ്മയം കൊള്ളിച്ചു. ഒപ്പം അവൾക്ക് സങ്കടവും തോന്നി. മകളുടെ ശകാരം കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ് അമ്മ. അവൾ ശാന്തമായി വിളിച്ചു, ബബിതേ. 3-4 തവണ ആവർത്തിച്ച് വിളിച്ച ശേഷമാണ് ബബിതയുടെ പ്രതികരണം വന്നത്. അലീന ചേച്ചി, സോറി. അമ്മ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സോറി കേട്ടോ. അവളുടെ സ്വരത്തിൽ ക്ഷമാപണം നിറഞ്ഞു നിന്നു. നീ എന്തിനാ മോളെ സോറി പറയുന്നത്? അമ്മയെ കൊണ്ട് എൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിപ്പിക്കാൻ നിനക്ക് സാധിച്ചല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാ. എന്നോട് അമ്മയ്ക്ക് എന്തുമാത്രം ശത്രുതയുണ്ടായിരുന്നു എന്ന് നീ ഓർക്കണം. അതെല്ലാം മാറ്റിവെച്ചിട്ടല്ലേ ഇപ്പം താങ്ക്സ് പറയാനുള്ള ഒരു സന്മനസ് കാട്ടിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് നീ ഇത്രയൊക്കെ സാധിച്ചെടുത്തില്ലേ. ചേച്ചി, അമ്മ അത് പറഞ്ഞ രീതിയാണ് എനിക്ക് ഒട്ടും പിടിക്കാതായത്. മോളെ, ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷമായി. ഉടനെ ബബിത പറയുകയാണ്, ശരി, എൻ്റെ മൂഡ് പോയി. ഇന്ന് എനിക്ക് നീ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നാളെ വിളിച്ചോളാം. ഇത് പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു. കോള് മുറിഞ്ഞ ശേഷവും അലീന ഫോണും കയ്യിൽ പിടിച്ചു നിന്നു. കഴിഞ്ഞു പോയതൊരു സ്വപ്നം പോലെ അവൾക്ക് തോന്നി. മനസ്സിൽ കാലുഷ്യമില്ലാതെ ഒരുപക്ഷെ ആദ്യമായി അമ്മ തന്നോട് സംസാരിച്ചത് ഇപ്പോഴാണ്. വീട്ടുവേലയ്ക്ക് നിന്നിരുന്ന ഒരു പെണ്ണിൻ്റെ മുൻപിൽ തോൽവി സമ്മതിക്കുവാനുള്ള അമ്മയുടെ ജാള്യം അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അമ്മ നിത്യശത്രുവായി പ്രഖ്യാപിച്ചവളോടാണ് ഇപ്പോൾ താങ്ക്സ് പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വേണമെങ്കിൽ തന്നോട് സംസാരിക്കാതിരിക്കാമായിരുന്നു. താങ്ക്സ് പറയാതെയും ഇരിക്കാമായിരുന്നു. ആ ഗർവെല്ലാം മാറ്റിവെച്ചതിൻ്റെ പിൻപിൽ മനസാക്ഷിയുടെ പ്രേരണയില്ലേ? എവിടെയോ തനിക്ക് തെറ്റിപ്പോയി എന്ന് അമ്മ തിരുത്തി തുടങ്ങിയതിൻ്റെ നാന്തിയല്ലേ അത്? അവൾ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോൾ ടെൽസയുടെ വിളി വന്നു, അലീന ചേച്ചി. ചുമ്മാ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുവാണോ? അപ്പോഴാണ് അലീനയ്ക്ക് പരിസരബോധമുണ്ടായത്. അവൾ എൽസമ്മയുടെ കിടക്കരികിലേക്ക് ചെന്നു. ടെൽസ മമ്മിയുടെ കാൽ തടവിക്കൊണ്ടിരിക്കുകയാണ്. അലീന പറഞ്ഞു, മതി മോളെ. ടെൽസ എഴുന്നേറ്റ് വലത് കൈ കുടഞ്ഞു. യോ, എൻ്റെ കൈ കഴച്ചൊടിയുന്നു. മോള് പോയി കിടന്നു. ചേച്ചി വരുന്നില്ലേ? ഞാൻ വന്നോളാം. ഞാൻ ഉറങ്ങാതെ കിടക്കും കേട്ടോ. ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം. മോള് പോയിക്കോ. അലീന അവളെ ഇടം കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് നെറ്റിയിലൊന്ന് തലോടി മടക്കി അയച്ചു. ടെൽസ ഗുഡ് നൈറ്റ് പറഞ്ഞു. സന്തോഷത്തോടെ അവൾ ഓടിപ്പോയി. താൻ ചെല്ലുമ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോകുമെന്ന് അലീനയ്ക്കറിയാം. അലീന എൽസമ്മയുടെ ബെഡിലിരുന്നു കണങ്കാലിലൂടെ കൈ ഓടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കോച്ചി വലിവിന് കുറവുണ്ടോ? എൽസമ്മ തലയനക്കി മൂളി. നടക്കാഞ്ഞിട്ടാ. ഫിസിയോതെറാപ്പിയും വേണ്ടതുപോലെ ചെയ്യുന്നില്ല. ആ ഉത്സാഹമൊക്കെ എവിടെയോ പോയി. എൽസമ്മ മിണ്ടുന്നില്ല. അലീന വീണ്ടും പറയുക, ഞാനങ്ങ് പോകും. അതിനു മുൻപേ തനിയെ എഴുന്നേറ്റ് നടക്കണം, ജോലിയൊക്കെ ചെയ്യണം. താങ്ങിപ്പിടിച്ചാൽ നടക്കാമെന്ന സ്ഥിതിയിലെത്തിയപ്പോൾ എൽസമ്മയൊന്ന് പിൻവലിഞ്ഞോ എന്ന് അലീനയ്ക്കൊരു സംശയമുണ്ട്. എക്സർസൈസ് ചെയ്യാൻ മടി, നടക്കാൻ മടി, സംസാരിക്കാൻ തീരെ മടി. സ്വയം ഒഴിവാകുവാനുള്ളൊരു ശ്രമം അതിൻ്റെ പിൻപിലുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി തുടങ്ങി. ശയ്യാവലംബിയായി തുടരുവാൻ അവരേറെ ഇഷ്ടപ്പെടുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അതാണ് ഏറ്റവും നല്ല മാർഗം. അലീന വീണ്ടും പറയുകയാണ്, ഇങ്ങനെ പോയാലൊന്നും പോരാ. ഞാനേ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. പഞ്ചകർമ്മ ചികിത്സ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്.
നാളെ ഇവിടെ വന്ന് ആൻറ്റിയെ പരിശോധിച്ചിട്ടേ ഡോക്ടർ അവസാന തീരുമാനം പറയൂ. ആൻറ്റി റെഡിയായിരിക്കണം. അപ്പോൾ എൽസമ്മ ചോദിക്കുക, പഞ്ചകർമ്മം എന്ന് വെച്ചാൽ എന്താ? അത് ഡോക്ടർ വരുമ്പോൾ വിശദമായിട്ട് പറഞ്ഞു തരും. ഞാൻ ഇപ്പം കഴിക്കുന്ന മരുന്നൊക്കെ പോരെ? പോരാ, ആൻറ്റിയുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ ഇതൊന്നും പോരാ. കള്ളത്തരമോ? എന്ത് കള്ളത്തരം? എൻ്റെ അടുത്ത് ആൻറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷെ പപ്പ ഈ റൂമിൽ വന്നാൽ ഒരക്ഷരം മിണ്ടുവോ ആൻറ്റി? ഇല്ല. കണ്ണടച്ച് ഉറങ്ങുന്ന മട്ടിൽ കിടക്കും. മക്കൾ വന്നാൽ മിണ്ടുവോ? ഗസ്റ്റുകൾ വന്നാൽ വർത്തമാനം പറയുവോ? വായും പൂട്ടിക്കിടക്കും. സംസാരശേഷിയില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അത് കള്ളത്തരമല്ലേ? എനിക്കെല്ലാവരെയും മനസ്സിലായി. ഞാൻ വീണുപോയപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. എല്ലാവരുടെയും തനിനിറം ഞാൻ കണ്ടു. മക്കളുടെയും ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും. എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ. ആൻറ്റി മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ പ്രസവിച്ചു, മുലയൂട്ടി, അവർക്ക് ആഹാരമുണ്ടാക്കി കൊടുത്തു, അവരുടെ വസ്ത്രങ്ങൾ കഴുകി, വീട് തൂത്തു തുടച്ചു. അതെല്ലാം ജോലികൾ മാത്രമാണ്. ഒരമ്മയ്ക്ക്, ഹോം നേഴ്സിന്, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ സ്നേഹിക്കുന്നത് അതിനൊക്കെ അപ്പുറത്താണ്. ഞങ്ങളുടെ ബ്രിജീത്ത മമ്മി പറയുമായിരുന്നു, അമ്മമാർ മക്കളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. ആ പ്രകാശം ഒട്ടും മറച്ചു പിടിക്കാൻ പാടില്ല. അതിൻ്റെ മുൻപിലേക്ക് ഇത്തിരി പോലും ഇരുട്ട് കൊണ്ടുചെല്ലാനും പാടില്ല. അപ്പോൾ എൽസമ്മ പറയുകയാണ്, ഞാനല്ല, സ്റ്റാൻലിയാണ് എൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ ഇരുട്ട് കൊണ്ടുവന്നത്. എന്നോടും മക്കളോടും സ്റ്റാൻലിക്ക് സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അഞ്ചലിലേക്ക് താമസം പോലും മാറ്റേണ്ടി വന്നത്. ആൻറ്റി, ഞാൻ ആൻറ്റിയുടെ മക്കളോട് തന്നെ ചോദിച്ചു, പപ്പയുടെ ഏറ്റവും ഭയങ്കരമായ 10 കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചത്. അവർ പറഞ്ഞ 10 കുറ്റങ്ങൾ ആൻറ്റിക്ക് കേൾക്കണ്ടേ? ഒന്നാമത്തെ കുറ്റം, മമ്മി പറയുന്ന കാര്യങ്ങൾ പപ്പ കേൾക്കാറില്ല. 2, മമ്മിയുടെ ചേച്ചിയോട്, ആങ്ങളമാരോട് പപ്പയ്ക്ക് ബഹുമാനമില്ല. 3, പപ്പ എന്നും മദ്യം കഴിക്കും. 4, പപ്പ പുകവലിക്കും. 5, പപ്പ മമ്മിയുടെ അനുവാദമില്ലാതെയാണ് കുളത്തുപുഴയിലെ സ്ഥലം വാങ്ങി റബ്ബർ വെച്ച് പിടിപ്പിച്ചത്. 6, പപ്പ തോട്ടത്തിൽ കിട്ടുന്ന പണമെല്ലാം ദൂർത്തടിച്ച് കളയുകയാണ്. 7, മമ്മി കുട്ടികളെയും കൂട്ടി അഞ്ചലിലേക്ക് മാറി താമസിക്കാൻ കാരണം പപ്പയാണ്. 8, നക്കാപ്പിച്ച പൈസ മാത്രമേ പപ്പ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവാക്കുന്നുള്ളൂ. ചോദിച്ചാൽ കൊടുക്കാൻ പപ്പയ്ക്ക് മടിയാണ്. 9, പപ്പയ്ക്ക് ഭാര്യയുടെയും മക്കളുടേതുമായ യാതൊരുവിധ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയുമില്ല. എന്നുവെച്ചാൽ പട്ടികളോടുള്ള സ്നേഹം പോലും ഇല്ല എന്ന് ചുരുക്കം. 10, പപ്പയോട് അഞ്ചലിൽ വന്ന് താമസിക്കുവാൻ റീത്താമ്മ ആൻറ്റിയും ആങ്ങളമാരും നിർബന്ധിച്ചിട്ടും പപ്പ അനുസരിച്ചില്ല. അത്രയും കേട്ടപ്പോൾ എൽസമ്മ ചോദിക്കുകയാണ്, ഇതൊന്നും വെറുതെ പറഞ്ഞതല്ലല്ലോ, സത്യമല്ലേ? ആൻറ്റി, ഒന്ന് കേൾക്ക്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, പപ്പയുടെ എന്തെങ്കിലും ഒരു നന്മ പറയാമോ എന്ന്. ഒന്നുമില്ല. പപ്പയുടെ ഡിസിപ്ലിൻ പോലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനുഷ്യരിൽ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ കുട്ടികൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? പപ്പയെപ്പറ്റി അവർ പറഞ്ഞ ആരോപണങ്ങളിൽ ഭൂരിഭാഗവും അവരെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല, അവർ ചിന്തിക്കേണ്ട വിഷയങ്ങൾ പോലുമല്ല. പപ്പ എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ നിയോഗിച്ചിരിക്കുന്ന CIDമാരാണോ ഈ കുട്ടികൾ? പപ്പയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ നടത്തി തെറ്റുകുറ്റങ്ങൾ വിലയിരുത്തി ശിക്ഷ വിധിക്കുന്ന ജഡ്ജിമാരാണോ അവർ? പപ്പയെക്കുറിച്ച് ഇത്രയധികം കുറ്റങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ആൻറ്റി സ്വന്തം മക്കളെ ചോറ് വെക്കാനും കറി വെക്കാനും പഠിപ്പിച്ചില്ല. വീട് വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാൻ പഠിപ്പിച്ചില്ല. അവരുടെ പാഠപുസ്തകങ്ങൾ നേരാവണ്ണം പഠിക്കാൻ പോലും പഠിപ്പിച്ചില്ല. പെട്ടെന്ന് എൽസമ്മ ചോദിക്കുകയാണ്, ആരെയും കുറ്റം പറയരുതെന്ന് ഉപദേശിക്കുന്ന നീ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ? ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെ പറയുന്നതാണിത്. ആൻറ്റി എന്നോട് പിണങ്ങിയാലും വേണ്ടില്ല. ആൻറ്റി വേണ്ടേ ആദ്യം ഇതൊക്കെ തിരിച്ചറിയാൻ? ഇപ്പോഴും നമ്മൾ വൈകിപ്പോയിട്ടൊന്നുമില്ല ആൻറ്റി. സ്നേഹിച്ചും സന്തോഷിച്ചും കഴിയാമായിരുന്ന ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. സാരമില്ല. ഒരിക്കലും സന്തോഷം അനുഭവിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വൈകിയാണെങ്കിലും സന്തോഷിക്കുന്നത്. കുട്ടികളെ ഞാൻ തിരുത്തിക്കൊള്ളാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ആൻറ്റിയെ തിരുത്തണമെങ്കിൽ ആൻറ്റി തന്നെ വിചാരിക്കണം. സ്റ്റാൻലി എന്നോട് ചെയ്തതൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്തു എന്ന് ആൻറ്റി പറ. നിനക്കതൊന്നും ഒരിക്കലും മനസ്സിലാവത്തില്ല. ആൻറ്റി മക്കളും പറഞ്ഞ ഈ കുറ്റങ്ങളൊക്കെ വെറും കടുകുമണികളാ. അത് ഊതി വീർപ്പിച്ച് വലുതാക്കി. ഇനി ഒരു സത്യം കൂടി ഞാൻ പറയാം. ആൻറ്റി പപ്പയെ തോൽപ്പിക്കാൻ വേണ്ടി ആയുധമാക്കിയത് 3 കുഞ്ഞുങ്ങളെയാണ്, അവരുടെ ഭാവിയാണ്. ഞാൻ ആ സമയത്ത് അഞ്ചലിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ടാനിയയുടെ ജീവിതം എന്താകുമായിരുന്നു? ടെൽസയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ആൻറ്റിയുടെ സ്വന്തം ചേച്ചിയുടെ മകനാണെന്ന് ഓർക്കണം. ടോജോയാണെങ്കിൽ മനസ്സിടിഞ്ഞ അവസ്ഥയിലായിരുന്നു. റീത്താമ്മ ആൻറ്റി എത്രയോ വർഷങ്ങളായി ആൻറ്റിയെയും മക്കളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പയോട് പിണങ്ങി നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീണ്ടും എൽസമ്മ, നിന്റെ നോട്ടത്തിൽ സ്റ്റാൻലി മാത്രമായിരിക്കും നന്മ നിറഞ്ഞവൻ. പപ്പ എല്ലാ നന്മകളും നിറഞ്ഞയാളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എല്ലാം തികഞ്ഞവരാരുണ്ട്? ദൈവത്തിന് പോലും കോപമുണ്ടാകുന്ന സമയമുണ്ടെന്നാണ് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ പപ്പയുടെ മദ്യപാനം, അത് നിർത്താൻ ഞാനോ ആൻറ്റിയോ വിചാരിച്ചാൽ സാധിക്കുമോ? പുകവലി നിർത്താൻ കഴിയുമോ? അതെല്ലാം ആൻറ്റിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഉള്ള ശീലങ്ങളാ.
അല്ലെങ്കിൽ തന്നെ ഈ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യങ്ങളോടും കൂടി പിടിച്ചടക്കി വെക്കാനുള്ള സ്വകാര്യ സ്വത്താണോ ആൻറ്റി? കീ കൊടുത്ത് പ്രവർത്തിക്കാനുള്ള യന്ത്രമാണോ അത്? അതും ഒരു മനുഷ്യജീവിയല്ലേ? അതിനും ചില ഇഷ്ടാനിഷ്ടങ്ങളും സ്വന്തം കാഴ്ചപ്പാടും നിലപാടും ഒക്കെ ഉണ്ടാവില്ലേ? രണ്ടുപേരുടെയും താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാതെ സൂക്ഷിച്ചു മുൻപോട്ട് പോകുന്നതല്ലേ ശരി? അതിന് എൽസമ്മ, സ്റ്റാൻലിക്ക് കല്യാണത്തിന് മുമ്പ് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നത് പോലും ഞാൻ ക്ഷമിച്ചില്ലേ? ആ വകയിലൊരു മകളുണ്ടെന്നു കൂടി അറിഞ്ഞാൽ ആർക്കായാലും സഹിക്കുവോ? ആൻറ്റി ക്ഷമിച്ചില്ല ആൻറ്റി, ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ടാ വീണ്ടും വീണ്ടും അതുതന്നെ ആൻറ്റിയുടെ മനസ്സിൽ വരുന്നത്. പപ്പയ്ക്ക് കല്യാണത്തിന് മുൻപ് അങ്ങനെ ഒരു ബന്ധമുണ്ടായിപ്പോയി. പപ്പ സ്നേഹിച്ച സ്ത്രീക്ക് പപ്പയുടെ ഭാര്യയാകാൻ കഴിഞ്ഞില്ല. പക്ഷേ 25 വർഷം മുൻപായിരുന്നില്ലേ അത്? പപ്പ ആൻറ്റിയെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഞാൻ ജനിച്ചു പോയില്ലേ? അതിനെ തിരുത്താൻ പറ്റുമോ? ഞാൻ ജനിക്കാതിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പപ്പയുടെ തെറ്റ് ആൻറ്റി ഇത്രയും വിഷമിപ്പിക്കില്ലായിരുന്നു അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പം ഞാനും ജീവനോടെ ഉണ്ടാവത്തില്ലല്ലോ. അവിടെയാണ് എൽസമ്മയുടെ എല്ലാ വഴക്കുകളും രാജിയാവുന്നത്. ഈ പെൺകുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന ഓർമ്മയിൽ, തൻ്റെ കുടുംബം ശിഥിലമായി പോകുമായിരുന്നുവല്ലോ എന്ന തിരിച്ചറിവിൽ അലീന അവരുടെ നെറുകയിലൊന്ന് തലോടി. സാരമില്ല, ഒന്നും മുറുകെ പിടിക്കാതിരുന്നാൽ മതി. അപ്പോഴാണ് ഏറ്റവും സ്വാതന്ത്ര്യവും ഏറ്റവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നത്. എൽസമ്മ അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് അലീന എഴുന്നേറ്റു. എൽസമ്മയുടെ നെറ്റിയിൽ തൻ്റെ കൈത്തലം വെച്ച് കണ്ണടച്ച് ഏതാനും നിമിഷം പ്രാർത്ഥനയിൽ മുഴുകി. പിന്നെ കുനിഞ്ഞ് അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. ഗുഡ് നൈറ്റ് ആൻറ്റി. അലീന മുറിവിട്ട് പോകുന്നത് എൽസമ്മയ്ക്ക് വല്ലായ്മയാണ്. അവൾ മുറിയിലുണ്ടെങ്കിൽ സമാധാനവും സുരക്ഷിതത്വ ബോധവുമുണ്ട്. കൃഷ്ണജ സ്കൂളിലും വൈജയന്തി കോളേജിലും പോയി കഴിഞ്ഞ ശേഷമാണ് ശിവശങ്കരമേനോൻ വൈജയന്തിയുടെ വാടക വീട്ടിലെത്തിയത്. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഹോൺ ശബ്ദം കേട്ട് ബബിത ഇറങ്ങിച്ചെന്ന് തുറന്നു കൊടുത്തു. ശിവശങ്കരമേനോൻ മുറ്റത്തേക്ക് കാറ് കയറ്റി. അപ്പോൾ തന്നെ റിവേഴ്സ് എടുത്ത് തിരിച്ചിട്ടു. അങ്കിൾ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ട് വന്നതാണോ? ബബിത ചോദിക്കുകയാണ്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, അർജൻറ്റായിട്ട് എങ്ങോ പോകാനുള്ളതുപോലെ അങ്കിൾ കാറൊക്കെ തിരിച്ചിട്ടല്ലോ. ആ, പോകാൻ അല്പം ധൃതിയുണ്ട്. എന്നാലും നീ ഒരു ചായ തന്നാൽ കുടിക്കും. എന്നാൽ അങ്കിൾ കയറിയിരിക്കും, ഞാൻ ഇപ്പം തന്നെ ചായ എടുക്കാം. ബബിത വേഗം കിച്ചണിലേക്ക് പോയി. ഇരിപ്പുമുറിയിലെ സെറ്റിയിൽ 1/2 മിനിറ്റേ ശിവശങ്കരമേനോൻ ഇരുന്നുള്ളൂ. അയാൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു. ബബിത ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെക്കുന്നതേ ഉള്ളൂ. അയാൾ പറയുകയാണ്, നീ അലീനയുടെ കൂടെ പോയി നിന്ന് പാചകമെല്ലാം നന്നായിട്ട് പഠിച്ചെന്ന് ജയന്തി പറഞ്ഞു. പഠിച്ചങ്കിളെ, പാചകം മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ആഹാ, അതെന്തൊക്കെയാണ് ഒത്തിരി കാര്യങ്ങൾ? ബബിത സ്ലാബിലേക്ക് ചാരി അയാൾക്ക് അഭിമുഖമായിട്ട് നിന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ക്ഷമിക്കാൻ പഠിച്ചു, സ്നേഹിക്കാൻ പഠിച്ചു, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ പഠിച്ചു, മനുഷ്യരോട് പെരുമാറുവാൻ പഠിച്ചു, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും തളരുന്നവരെ താങ്ങി നടത്തുവാനും പരസഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനും അങ്ങനെ പറഞ്ഞാൽ തീരില്ലങ്കിളെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ആഹാ, അപ്പോൾ അഭിനയിക്കാനും പഠിച്ചു കാണുമല്ലോ. ആ, കൊള്ളാം. അത് ഞാൻ കടപ്പാട്ടൂർ വെച്ച് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബബിത അയാളുടെ നേർക്കൊന്ന് പാളി നോക്കി. അതും അലീന തന്നെയാണോ പഠിപ്പിച്ചത്? അല്ല, അത് പാരമ്പര്യമായിട്ട് കിട്ടിയ സിദ്ധിയാണ്. വെള്ളം അപ്പോഴേക്കും തിളച്ചു തുടങ്ങി. അലീന അതിൽ ചായപ്പൊടി ഇട്ടു. ശിവശങ്കരമേനോൻ ചോദിക്കുകയാണ്, സ്റ്റാൻലി ആരാണെന്ന് നിനക്കറിയാമായിരുന്നോ? അറിയാം. അവൾ സ്പൂണ് ചായപ്പൊടി ഇട്ട് നന്നായി ഇളക്കിയെടുത്തു. ആരാ സ്റ്റാൻലി? നീലഗിരിയിലെ അങ്കിളിനെ പോലെ തന്നെ റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ. സ്റ്റാൻലിയും അലീനയും തമ്മിൽ എന്താണ് ബന്ധം? നീ കുറേ നാൾ അവരോടൊപ്പം താമസിച്ചതില്ലേ? അത് കേട്ടുകൊണ്ട് ബബിത തിരിഞ്ഞ് വളരെ ലളിതമായി തന്നെ പറഞ്ഞു, അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം എന്നുവെച്ചാൽ സ്റ്റാൻലിയുടെ മകളാണ് അലീനയെന്നോ? അതെ. ബബിത പാൽ കവറിൻ്റെ മൂല കത്രിക കൊണ്ട് വെട്ടിയ ശേഷം സോസ്പാനിലേക്ക് പാലൊഴിച്ചു. ആര് പറഞ്ഞു നിന്നോട് സ്റ്റാൻലിയുടെ മകളാണെന്ന്? അത് സ്റ്റാൻലിയാണോ അതോ അലീനയാണോ പറഞ്ഞത്? അലീന ചേച്ചിയാണ് പറഞ്ഞത്. എന്നിട്ട് അക്കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, എന്നോടും ജയന്തിയോടും. ഞാൻ എന്തിനാ പറയുന്നേ? അത് നിങ്ങളുടെ വിഷയമല്ലല്ലോ. മുമ്പ് ഇവിടെ നിന്ന വീട്ടുജോലിക്കാരിയുടെ കാര്യത്തിൽ നമുക്കെന്താണ് താല്പര്യം? അല്ല, എറണാകുളത്തുനിന്ന് തിരിച്ചു വന്നപ്പോൾ പോലും നീ അതിനെപ്പറ്റി സൂചിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഞാൻ അമ്മയോടും അങ്കിളിനോടും ഒക്കെ പറയണമായിരുന്നോ അലീന ചേച്ചി സ്റ്റാൻലി പപ്പയുടെ മോളാണെന്ന്? പറയണമെങ്കിൽ പറയാം. വൈകിട്ട് അമ്മ കോളേജിൽ നിന്ന് വന്നോട്ടെ. ശിവശങ്കരമേനോൻ്റെ നെറ്റി വിയർത്തു. പറയണമെന്നില്ല, നീ അത് മറച്ചു വെച്ചതുപോലെ എനിക്ക് തോന്നി. ശരിയാ, മറച്ചു വെച്ചതാ. പഞ്ചസാര കൂടി ചേർത്തിട്ട് അവൾ സോസ്പാനിൽ നിന്നും സ്റ്റീൽ കപ്പിലേക്ക് ചായ ആറ്റി. ശിവശങ്കരമേനോൻ്റെ ധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അയാൾ ചോദിക്കുകയാണ്, അലീന എങ്ങനെയാണ് അവളുടെ പപ്പയെ കണ്ടുപിടിച്ചത്? ബബിത അരിപ്പത്തവിയിലേക്ക് ചായ ഒഴിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ അച്ഛനാ കണ്ടുപിടിച്ചു കൊടുത്തത്. അത് കേട്ടതും ശിവശങ്കരമേനോൻ ചുമരിലേക്ക് ചാരി. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞു സ്റ്റാൻലിയാണ് അലീനയുടെ അച്ഛനെന്ന്? ആ, എന്തെങ്കിലും ക്ലൂ കിട്ടിക്കാണും. ബബിത ചായ കപ്പിലേക്ക് പകർന്നു. സോസർ എടുത്ത് അടിയിൽ വെച്ചു. അപ്പോൾ വീണ്ടും ചോദ്യം, അലീനയുടെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാലോ. ദാ ചായ.
ബബിത ശിവശങ്കര മേനോന്റെ നേർക്ക് ചായക്കപ്പ് നീട്ടി. അയാളുടെ കഴുത്തിലൂടെ വിയർപ്പ് ചാൽ ഒഴുകുകയാണ്. അയാൾ കൈ നീട്ടി ചായ വാങ്ങി. ബബിതയുടെ മുഖത്തേക്ക് നോക്കുവാൻ അയാൾക്ക് ഭയം തോന്നി. ഉമിനീരിറക്കിയിട്ട് അയാൾ ചോദിക്കുകയാണ്, ആരാണ് അവളുടെ അമ്മ? യാതൊരു കൂസലുമില്ലാതെ ശിവശങ്കര മേനോന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ബബിത പറയുകയാണ്, അങ്കിളിന്റെ അനുജത്തി, എൻ്റെ അമ്മ, കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോന്റെ മകൾ സാക്ഷാൽ വൈജയന്തി. തലയ്ക്ക് അടി കിട്ടിയതുപോലെ സ്തംഭിച്ചു നിൽക്കുകയാണ് ശിവശങ്കര മേനോൻ. അങ്കിളെ, ചായക്ക് ചൂട് കൂടുതലാ, നാക്കു പൊള്ളരുത് കേട്ടോ. ശിവശങ്കര മേനോന്റെ കയ്യിലൊന്നും അത് താഴെ വീണു പോയേക്കുമായിരുന്നു. അയാൾ അത് ഗ്രാനൈറ്റ് സ്ലാബിന് മീതെ വെച്ചു. ബബിത അയാളുടെ മുഖത്തേക്ക് നോക്കി ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന മട്ടിൽ നിൽക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ടെന്ന വണ്ണം ശിവശങ്കര മേനോൻ ഉലഞ്ഞു നിൽക്കുകയാണ്. ബബിത അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, അങ്കിളിന് ഇനി എന്തെങ്കിലും ക്ലൂ വേണോ? തരാം. നീലഗിരിയിലെ അങ്കിൾ, ആഗ്ര കന്റോൺമെന്റ്, സെന്റ് ക്ലെയർ സ്കൂള്, തിരുവനന്തപുരത്തെ രാവുണ്ണിയമ്മാവൻ, നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റൽ, കഴക്കൂട്ടത്തെ ഓർഫനേജ്. ഇത്രയുമൊക്കെ മതിയോ? ഈർച്ചവാളിൽ കോർത്തു കിടക്കുന്ന ശരീരം വീണ്ടെടുക്കുന്നത് പോലെ അയാൾ പിന്നാക്കം നീങ്ങി വാതിൽ കടന്നു. അടുത്ത നിമിഷം തിരിഞ്ഞു നടന്നു. ബബിത ചായക്കപ്പെടുത്ത് സീറ്റ് ഔട്ടിലെത്തുമ്പോഴേക്കും ശിവശങ്കര മേനോൻ കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അങ്കിളെ, അങ്കിൾ, ബബിത വിളിക്കുകയാണ്. അതെ, ആ ബാഗ് കാറിലുണ്ടായിരുന്നെങ്കിൽ ഒന്ന് തന്നിട്ട് പോണേ, എനിക്കിവിടെ ഡ്രസ്സ് കുറവാ. ബബിത അവസാനത്തെ ആണിയും അടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കൃഷ്ണജ ഒരു ട്രാവൽ ബാഗും തലയിൽ വെച്ച് ഊണുമുറിയിലേക്ക് കയറി വന്നു. അവൾ പറയുകയാണ്, ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, കറുത്ത ബാഗാണ്. അവസാനം എന്നെ ബാഗ് കള്ളിൽ നിന്നൊന്നും വിളിച്ചേക്കരുത് കേട്ടോ. ബബിത കിച്ചണിലായിരുന്നു. നീ എന്തിനാ അതും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നേ? അതെൻ്റെ ആണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇതിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇല്ലാത്ത ബാഗ് എൻ്റെ അലമാരത്തട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയണ്ടേ? ഞാനാ അതവിടെ വെച്ചത്. ഉടനെ അതും എഴുന്നള്ളിച്ചോണ്ട് വന്നേക്കുന്നു. എന്താടി വഴക്ക്? വൈജയന്തി കുളിച്ച് ഈറൻ മുടി ടവൽ കൊണ്ട് ചുറ്റി അവിടേക്ക് വന്നു. അപ്പോൾ കൃഷ്ണജ പറയുകയാണ്, അമ്മേ, ഈ ബാഗ് ആരുടേതാണെന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ബബിത ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം. കൃഷ്ണജ അത് ഊണുമേശയിൽ വെച്ചു. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, നിന്റേതാണോടി ഇത്? അതെ. ഇത് എവിടുന്ന് വന്നു? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ബബിത ഒരു നിമിഷം മൗനമായി നിന്നു. അപ്പോൾ കൃഷ്ണജ പറയുകയാ, ദേ, അമ്മ ചോദിച്ചപ്പോൾ വായി നാക്കില്ല. ഞാനത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കടിക്കാൻ വന്നു. നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടോടി? ഇല്ലല്ലോ. ദേഷ്യപ്പെട്ടു? അയ്യടി കള്ളി, നുണ പറയുന്നു. ആ, ദേഷ്യപ്പെട്ടെങ്കിൽ സോറി. വൈജയന്തി വീണ്ടും തിരക്കുകയാണ്. ഇത് ആര് കൊണ്ടുവന്നാടി? അമ്മ, ഇത് ഞാൻ അലീന ചേച്ചിയുടെ കൂടെ പോയപ്പോൾ കൊണ്ടുപോയ ബാഗാണ്. അവിടുന്ന് അലീന ചേച്ചി ഇപ്പോൾ കൊടുത്തയച്ചതാ. കൊടുത്തയച്ചെന്നോ? ആരുടെ കയ്യിൽ? ബബിത ഒരു ഉഴപ്പൻ മട്ടിൽ പറയുകയാണ്, ആ, ഡ്രൈവറുടെ കയ്യിൽ. അയാൾ എങ്ങനെ വന്നു? അയാൾ കാറിൽ വന്നു. ഇതിലാണോ നിന്റെ ഡ്രസ്സെല്ലാം? എല്ലാം എന്നൊന്നും പറയാൻ ഒരുപാടൊന്നുമില്ല, 5-6 ജോഡി കാണും. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒത്തിരി ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലായിരുന്നല്ലോ. അലീന ചേച്ചി 2 ജോഡി വാങ്ങി തന്നു. പിന്നെ സ്റ്റാൻലി പപ്പ കുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുത്ത കൂട്ടത്തിൽ എനിക്കും 2 ജോഡി എടുത്തു. വൈജയന്തിക്ക് അത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് വിസ്മയം തോന്നി. തൻ്റെ മകൾക്ക് സ്റ്റാൻലി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. ആഗ്രയിൽ വെച്ച് സ്റ്റാൻലി ആദ്യമായി വാങ്ങിത്തന്ന സാരിയുടെ നിറവും ഡിസൈനും ഇപ്പോഴും ഓർമ്മയിലൊന്നും മാഞ്ഞിട്ടില്ല. മെറൂൺ കളറുള്ള ഒരെണ്ണം, അതിൽ അവിടെ പിങ്ക് റോസാപ്പൂക്കളുടെ പ്രിന്റ്, മുന്താണി നിറയെ റോസാപ്പൂക്കൾ. അതിൻ്റെ ബോർഡർ ഒരു മഞ്ഞ കളറായിരുന്നു. അതൊരു ഷിഫോൺ സാരി ആയിരുന്നു എന്ന് പോലും ഓർക്കുന്നു. ഒരു ക്രിസ്മസ് പിറ്റേന്നായിരുന്നു സ്റ്റാൻലി അത് സമ്മാനിച്ചത്. ജീപ്പിലിരിക്കെ അതിൻ്റെ കവർ തുറന്ന് സാരി എടുത്ത് തൻ്റെ തോളത്തുകൂടി വിടർത്തിയിട്ട് ഒരു ഷാൾ പോലെ പുതപ്പിച്ചു. ആഗ്രയിൽ മഞ്ഞുകാലം അതിൻ്റെ കൊടുമുടിയിൽ കയറിയിരിക്കുകയാണ്. ആ സാരിക്ക് ഒരു ഇളം ചൂടുണ്ടായിരുന്നു. സ്റ്റാൻലി തനിക്കൊരു പുടവ തന്നതുപോലെയുള്ള അനുഭൂതിയായിരുന്നു. അത് പുതപ്പിച്ചപ്പോൾ താൻ തമാശ മട്ടിൽ ചോദിച്ചു, മന്ത്രകോടിയാണോ? മന്ത്രകോടി വേറെ തരാം. അതൊരു ഉഗ്രൻ ചടങ്ങായിരിക്കും, ഇതുപോലെയല്ല. പെട്ടെന്ന് കൃഷ്ണജയുടെ വിസ്മയം കലർന്ന ചോദ്യം വൈജയന്തിയെ ഓർമ്മയിൽ നിന്നും ഉണർത്തി. ബബിത ചേച്ചിയുടെ ബാഗ് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാറ് അവിടുന്ന് ഇവിടം വരെ ഓടിയെന്നോ? അപ്പോൾ ബബിത തർക്കിക്കുക, ആ, എന്താ ഓടിയാൽ? അലീന ചേച്ചിക്ക് വട്ടാ. ആ കാറിന് പെട്രോൾ അടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ നല്ല പുത്തൻ ഡ്രസ്സും ബാഗും ഒക്കെ ഇവിടുന്ന് വാങ്ങാമായിരുന്നല്ലോ. ഉടനെ വൈജയന്തി ചോദിക്കുകയാണ്, ഇതുമായിട്ട് വന്നയാൾക്ക് നീ വല്ലതും കൊടുത്തോ? ബബിത എങ്ങും തൊടാതെ പറയുക, ആ, കൊടുത്തു, ചായ കൊടുത്തു. നീ എന്താ ആ ബാഗ് കൊണ്ടുവന്ന് കൃഷ്ണമോളുടെ അലമാരയിൽ വെച്ചത്? എൻ്റെ റൂമിൽ വെച്ചാൽ പോരായിരുന്നു? അവിടെയല്ലേ നിന്റെ ബാക്കി ഡ്രസ്സെല്ലാം? ഓ, അപ്പോഴത്തെ എളുപ്പത്തിന് അങ്ങോട്ടങ്ങ് വെച്ചെന്നേ ഉള്ളൂ. പിന്നീട് പാതിരാത്രിയിൽ കിടക്കാൻ നേരം വൈജയന്തി ചോദിക്കുകയാണ്, നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചേ. ബബിത ബാഗ് തുറന്ന് ഓരോന്നെടുത്ത് പുറത്തിട്ടു. ഇതിലേതാണ് സ്റ്റാൻലി നിനക്ക് വാങ്ങി തന്നത്? ബബിത ആ 2 ജോഡിയും വൈജയന്തിക്ക് കാട്ടിക്കൊടുത്തു. വൈജയന്തി അത് രണ്ടും കയ്യിലെടുത്ത് തെരിപ്പിടിച്ച് ഭംഗി നോക്കി. എന്നിട്ട് പറയുകയാണ്, ഇത് കൊള്ളാലോ. പിന്നെ അമ്മ എന്താ വിചാരിച്ചേ? സ്റ്റാൻലി പപ്പ എനിക്ക് മോശം ഡ്രസ്സ് വാങ്ങി തരുമെന്നോ? വൈജയന്തി കണ്ണുകൾ ഉയർത്തി തൻ്റെ മകളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ ഏതോ ഒരു ഓർമ്മയിൽ മുഴുകി. 2 നിമിഷത്തിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ്, അലീനയ്ക്ക് സ്റ്റാൻലി ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടോ?
ആ കൊടുക്കാറുണ്ട്. അലീന ചേച്ചി എന്ത് ചോദിച്ചാലും കൊടുക്കും. അലീന ചേച്ചി ഒന്നും ചോദിക്കാറില്ലെന്നുള്ളതാണ് പപ്പയുടെ പരാതി. സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? പിന്നില്ലേ. അലീന ചേച്ചിയുടെ ബെഡ്റൂം ഒന്ന് കാണണം അമ്മ. 2 മുറിയുടെ അത്രയും വലിപ്പമുണ്ട്. AC, TV, മിനി ഫ്രിഡ്ജ്, വലിയ സീരിയോ സെറ്റ്, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാ. അത്രയും സൗകര്യമൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേ ദേ അമ്മയ്ക്ക് പിന്നെ സംശയം. അതിനുള്ള ജോലി അലീന ചേച്ചി അവിടെ ചെയ്യുന്നുണ്ടമ്മേ. സ്റ്റാൻലി പപ്പയുടെ ബംഗ്ലാവിലും എസ്റ്റേറ്റിലും എന്തോരം വെട്ടിപ്പും അഴിമതിയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയാവോ? അലീന ചേച്ചി ചില ഭരണപരിഷ്കാരങ്ങളൊക്കെ ഏർപ്പെടുത്തി. അതോടെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നിന്നു. 10,000 രൂപയാ സ്റ്റാൻലി പപ്പയ്ക്ക് ലാഭം ഉണ്ടായത്. എന്നിട്ടും വൈജയന്തിയുടെ കണ്ണിൽ നിന്നും സംശയത്തിന്റെ നിഴൽ മായുന്നില്ല. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മയുടെ സംശയം ഒരു കണക്കിന് ന്യായമാ. ഒരു കൊച്ചു തോട്ടം മുതലാളി, ഭാര്യയും മക്കളെയും പിരിഞ്ഞു ജീവിക്കുന്ന എക്സ് മിലിറ്ററി ഓഫീസർ, മറുവശത്തോ സുന്ദരിയായൊരു യുവതി. ആ സുന്ദരിന്നേ നെറ്റിയിൽ എഴുതി ഒട്ടിക്കണം. അലീന ചേച്ചി സുന്ദരിയല്ലേ അമ്മേ? അവള് സുന്ദരിയാണെങ്കിൽ സുന്ദരിമാരെല്ലാം എവിടെ പോയി നിൽക്കണം? ആ രേവതിക്കുട്ടിയെ കാണാൻ അവളേക്കാൾ എന്ത് ഭംഗിയാ. നിന്റെ 7 അയലത്ത് വരുമോ അവൾ? നിന്റെ പാതി നിറമെങ്കിലും ഉണ്ടോ അവൾക്ക്? പെട്ടെന്ന് ബബിത കിടക്കയിൽ എഴുന്നേറ്റിരുന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് കൈനീട്ടി. എന്നിട്ട് പറയുകയാണ്, കൈകൊട്. എന്തിന്? ഞാൻ സുന്ദരിയാണെന്ന് സമ്മതിച്ചു വന്നല്ലോ. ബബിത വൈജയന്തിയുടെ കൈ ബലമായി പിടിച്ചു കുലുക്കി. എന്നിട്ട് പറയുകയാണ്, നാളെ ഞാൻ ശർക്കരയും തേങ്ങയും ഇഷ്ടം പോലെ അകത്തു വെച്ച് കുഴക്കട്ട ഉണ്ടാക്കി തരാം കേട്ടോ. പക്ഷേ ഇനി വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ പറയണം. വൈജയന്തി ഗൗരവത്തോടെ കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, പൊടി കൊഞ്ചാതെ. കൃഷ്ണമോളും പറഞ്ഞു നിനക്ക് ഈയിടെ ഇത്തിരി കൊഞ്ചൽ കൂടുതലാണെന്ന്. അല്ലെങ്കിൽ അവളല്ലേ ഇവിടെ എൻ്റെ കൂടെ കിടക്കേണ്ടത്? അവളല്ലേ ഇളയത്? അമ്മ അവളെയും കൂടി ഇങ്ങി വിളിച്ചോ. എന്നിട്ട് ഞങ്ങളെ രണ്ടിനെയും ഇടത്തും വലത്തുമായിട്ടും കിടത്ത്. ഹാ, എനിക്കങ്ങനെ ആരും തൊട്ട് കിടക്കുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെന്തിനാ എന്നെ പിടിച്ച് കൂടെ കിടത്തിയത്? ഞാൻ കിടത്തിയതാണോ? നീ ഇവിടെ വന്നങ്ങ് കൂടിയതല്ലേ? പണ്ട് തണുപ്പ് കാലത്ത് കൊല്ലപ്പള്ളിയിൽ വെച്ച് ഒരു പൂച്ച ഇങ്ങനെ പതുങ്ങി വന്ന് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടക്കുമായിരുന്നു. ഞാൻ തൊഴിച്ചെറിയും. അത്രയും പറഞ്ഞിട്ട് വൈജയന്തി തലയണ ശരിയാക്കി വെച്ചിട്ട് ബെഡിൽ വന്നിരുന്ന് മുടിക്കട്ടഴിച്ചിട്ടു. അപ്പോൾ ബബിത ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് അലീന ചേച്ചിയുടെ കഥ കേൾക്കാൻ വേണ്ടിയല്ലേ ഈ പൂച്ചയെ തൊഴിച്ചെറിയാതിരിക്കുന്നത്? പിന്നെ എനിക്ക് അവളുടെ കഥ കേൾക്കാഞ്ഞിട്ടല്ലേ? നീ ഒന്ന് പോവച്ചേ. പിന്നെ ആരുടെ കഥ കേൾക്കാനാ? സ്റ്റാൻലി പപ്പയുടെയോ? വൈജയന്തി പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ച് ബബിതയെ ഒന്ന് നോക്കി. അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? നെഞ്ചിലൊരു തീപ്പൊള്ളൽ. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.